ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കഥ നടക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ജോലി അന്വേഷിച്ച് നടക്കുന്ന കാലം. എൻ്റെ പേര് മനു. വയസ്സ് 21 തികഞ്ഞു. വീട്ടിൽ അമ്മ, അച്ഛൻ, ഒരനിയനും ഉണ്ട്. കുടുംബത്തെ പറ്റിയാണെങ്കിൽ അച്ഛൻ ദിവാകരൻ ഒരു ഇൻഷുറൻസ് ഏജൻ്റാണ്. 50 വയസ്സ് കഴിഞ്ഞു. അത്യാവശ്യം സാമ്പത്തികമായി വലിയ പ്രശ്നമൊന്നും നമ്മുടെ ഫാമിലിയിലില്ല. അമ്മ 44 വയസ്സ്, പേര് സ്മിത. കാണാൻ നല്ല സുന്ദരിയാണ്. അത്യാവശ്യം തടിയുമുണ്ട്. വെളുത്ത നിറം, നല്ല നീളൻ മുടിയും. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും. ഞാൻ അമ്മയോടൊപ്പം പുറത്തു പോയാൽ അവിടെയുള്ള കുറേ കിളവന്മാർ അമ്മയെ നോക്കുന്നത് ഞാൻ കാണാറുണ്ട്. അമ്മ അവിടെ ഒരു സ്റ്റേഷനറി ഷോപ്പിൽ ജോലി ചെയ്യുന്നു. അച്ഛൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഷോപ്പാണത്. രാവിലെ മുതൽ വൈകിട്ട് വരെ അമ്മ അവിടെ ഷോപ്പിൽ നിൽക്കും. ചെറിയ ഒരു സാലറിയും കിട്ടും. അനിയൻ 10 കഴിഞ്ഞു, പേര്. അത്യാവശ്യം പഠിപ്പിസ്റ്റായതുകൊണ്ട് വീട്ടുകാർക്ക് വലിയ തലവേദന അവനെക്കൊണ്ടില്ല. ഞാൻ പഠിത്തത്തിൽ ആവറേജ് ആയതുകൊണ്ട് എങ്ങനെയോ ഡിഗ്രി പാസ്സായി. അത്യാവശ്യം കോപ്പിയടിയൊക്കെ രക്ഷിച്ചു എന്ന് പറയാം. എന്നാൽ എന്നെക്കൊണ്ട് വീട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ അമ്മയുടെ ആകെയുള്ള ടെൻഷൻ എനിക്കൊരു ജോലി ശരിയാക്കി എടുക്കുക എന്നാണ്. അമ്മയാണെങ്കിൽ നാട് മുഴുവൻ എനിക്ക് ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ ജോലിയില്ലാതെ തിണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോഴാണ് ഞാൻ സിറാജിക്കയെ പരിചയപ്പെടുന്നത്. പുള്ളി സോളാർ പാനൽ വീടുകളിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനി നടത്തായിരുന്നു. അത്യാവശ്യം സെയിൽസുള്ള ഒരു കമ്പനിയാണ് പുള്ളിയുടേത്. അങ്ങനെ സിറാജിക്ക എനിക്ക് പുള്ളിയുടെ കമ്പനിയിൽ ഒരു ജോലി ശരിയാക്കി തന്നു. 18,000 രൂപയായിരുന്നു സാലറി. പിന്നെ കൂടുതൽ സെയിൽസ് കൊടുത്താൽ ഇൻസെൻറ്റീവും കിട്ടും. എൻ്റെ ജോലി സെയിൽസ് എൻക്വയറികൾ വരുന്ന വീടുകളിൽ പോയി സോളാർ പാനൽ വെക്കുന്നതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സെയിൽസിൻ്റെ ഓരോ ഓർഡർ മേടിച്ച് കൊടുക്കുന്നതായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലിയായിരുന്നു. അങ്ങനെ അമ്മയ്ക്കും അച്ഛനും അത്യാവശ്യം ആശ്വാസമായി. ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന പാതി വീട്ടിൽ ചിലവിന് കൊടുക്കും. ബാക്കി പിന്നെ എൻ്റെ അല്ലാതെ ചില്ലറ ചിലവുകളായി ജീവിച്ചു പോയി. സിറാജക്കയും ഞാനും അത്യാവശ്യം നല്ല കമ്പനിയായി. പിന്നെ ക്ലയൻസിനെ കാണാൻ ഞങ്ങൾ ഒരുമിച്ചാണ് പോവാറ്. വലിയ ഓർഡർ കിട്ടുമ്പോഴേ അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടും. അതുകൊണ്ട് സിറാജിക്കയും അത്യാവശ്യം നന്നായി പണിയെടുക്കും. സിറാജിക്കയെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി നല്ല വെളുത്ത് നീണ്ട ഒരാളാണ്. കുറച്ച് കഷണ്ടിയാണ്. അത്യാവശ്യം തടിയുമുണ്ട്. 32 വയസ്സ് കഴിഞ്ഞു. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ടില്ല. പുള്ളിക്കെപ്പോഴും ബിസിനസ് മാത്രമേ മനസ്സിലുള്ളൂ. എന്നാലോ നല്ല കോഴിയുമാണ്. എന്നെ പുള്ളിക്ക് നല്ല കാര്യമാണ്. അങ്ങനെ ഒരു ദിവസം ഞാനും സിറാജിക്കയും ഒരു ക്ലയൻറ്റിനെ കാണാൻ ബൈക്കിൽ പോകുമ്പോഴാണ് അമ്മയെ റോഡിൽ വെച്ച് കാണുന്നത്. ഉച്ച കഴിഞ്ഞ് കാണും. അമ്മ ഒരു നീല സാരിയാണ് വേഷം. ഞാൻ അമ്മയെ കണ്ടതും ബൈക്ക് നിർത്തി. മനു, നീ എങ്ങോട്ടാടാ? എന്നെ കണ്ടതും അമ്മ ചോദിച്ചു. എനിക്കൊരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അമ്മ ഇന്ന് നേരത്തെ ഇറങ്ങിയോ? ഞാൻ ചോദിച്ചു. അതേടാ, ചെറിയൊരു തലവേദന. നീ ഊണ് കഴിച്ചോ മോനെ? ആ, കഴിച്ചമ്മേ. അമ്മേ, ഇതാണ് സിറാജിക്ക. ഞാൻ പറയാറില്ലേ? ആ, ഹലോ സിറാജ് സാർ. ഇവനെപ്പോഴും പറയും സാറിനെ പറ്റി, അമ്മ പറഞ്ഞു. അത് കേട്ടതും സിറാജിക്ക ഒന്ന് ചിരിച്ചു. അധികം സംസാരിക്കാതെ നമ്മൾ മെല്ലെ നീങ്ങി. അന്നാണ് സിറാജിക്ക അമ്മയെ ആദ്യമായി കാണുന്നത്. പുള്ളി അന്നമ്മയെ ശരിക്കും ഒന്ന് നോക്കി. അത് ഞാൻ ബൈക്കിൻ്റെ കണ്ണാടിയിലൂടെ കണ്ടു. അങ്ങനെ ആ ദിവസം കടന്നുപോയി. ജോലി തിരക്ക് കാരണം ദിവസങ്ങൾ കടന്നു പോകുന്നത് അറിയാതെയായി. വീടും ഓഫീസും മാത്രമായി എൻ്റെ ജീവിതം. ഒരുവിധം എല്ലാവരുടെയും ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. കുറച്ച് നാളായി അമ്മ ഫോൺ ശരിയായി വർക്ക് ചെയ്യുന്നില്ലെന്ന് പരാതി പറയുന്നു. എനിക്കാണെങ്കിൽ സമയവും ഇല്ല. അമ്മയുടെ പഴയ ഫോൺ ഏകദേശം ചാകാറായ മട്ടാണ്. നിലത്ത് വീണ് ഡിസ്പ്ലേ മുഴുവൻ ക്രാക്കാണ്. അങ്ങനെ സാലറി കിട്ടി വരുമ്പോൾ ഒരു ഫോൺ അമ്മയ്ക്ക് മേടിക്കാൻ ഞാൻ തീരുമാനിച്ചു. അമ്മ അത്യാവശ്യം പഠിപ്പും വിവരവുമുള്ള ആളാണ്. കുറച്ച് കമ്പ്യൂട്ടറൊക്കെ അറിയാം. അതാണ് അച്ഛൻ്റെ സുഹൃത്തിൻ്റെ കടയിൽ ജോലി കിട്ടാൻ കാരണം. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനും പ്രിൻ്റർ യൂസ് ചെയ്യാനും അമ്മയ്ക്ക് നന്നായി അറിയാം. പുള്ളിക്കാരിക്ക് FBയിലും ഇൻസ്റ്റയിലും അക്കൗണ്ടൊക്കെ ഞാൻ കുറച്ച് നാൾ മുമ്പ് തുടങ്ങിക്കൊടുത്തിരുന്നു. അതുകൊണ്ട്
ഇപ്പോൾ മിക്ക സമയവും അതിൽ നോക്കി ഇരിപ്പാണ് പണി. അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ സമയം 8 കഴിയും. അനിയനാണെങ്കിൽ പഠിത്തവുമായി തിരക്കിലായിരിക്കും. അമ്മയ്ക്കാണെങ്കിൽ ടി വി സീരിയലൊന്നും കാണാൻ അത്ര ഇഷ്ടമല്ല. ഞാനൊരു സാംസങ് ഫോൺ മേടിച്ചു കൊടുത്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോണായതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഹാപ്പി ആയിക്കോളും. ഞാൻ ഫോൺ മേടിച്ച് വരുന്ന വഴിക്ക് ചിക്കൻ ബിരിയാണിയും പാർസൽ മേടിച്ച് വീട്ടിലേക്ക് തിരിച്ചു. ഈ മാസം കൂടുതൽ സെയിൽസ് കിട്ടിയതുകൊണ്ട് അത്യാവശ്യം നല്ല ഇൻസ്റ്റൻറ്റിയും കിട്ടി. എൻ്റെ വർക്കിന് സിറാജിക്കയും ഹാപ്പിയാണ്. കമ്പനി നല്ല രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് വേറെ ജോലി നോക്കാൻ എനിക്ക് താല്പര്യവുമില്ലായിരുന്നു. അത്യാവശ്യം ക്യാഷ് ഉണ്ടെങ്കിൽ നാട്ടിൽ നിൽക്കുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ്. ഞാൻ ബൈക്ക് പാർക്ക് ചെയ്ത് കയ്യിലെ ബാഗും എടുത്ത് നടന്ന് വീട്ടിലേക്ക് കയറി. ബൈക്കിൻ്റെ ശബ്ദം കേട്ട് അമ്മ വരാന്തയിലേക്ക് ഒരു മാക്സിയും ധരിച്ച് കടന്നു വന്നു. മനു, നീ എന്താ വൈകിയത്? വേഗം കുളിച്ചിട്ട് വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ഞാൻ നടന്നു കയറിക്കൊണ്ട് അമ്മയോട് പറഞ്ഞു. അമ്മേ, ഞാൻ ബിരിയാണി മേടിച്ചിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും കഴിക്കാം. അച്ഛന് കുറച്ച് ചപ്പാത്തി വേറെ പാക്കറ്റിലുണ്ട്. പുള്ളി രാത്രി ബിരിയാണി കഴിക്കാറില്ലല്ലോ, ഞാൻ പറഞ്ഞു. അതെന്താ ഇന്ന് സ്പെഷ്യൽ? മോൻ കുളിച്ചു വാ, അമ്മ എടുത്തു വെക്കാം. അങ്ങനെ ഞാനൊരു കുളി പാസ്സാക്കാൻ പോയി. നല്ല തണുത്ത വെള്ളത്തിൽ ഒരു കുളി. ബാത്റൂമിൽ ബിരിയാണിയുടെ മണം ഇരച്ചു കയറി. അനിയൻ തെണ്ടി അവിടെ പണി തുടങ്ങിയെന്ന് തോന്നുന്നു. ഇനിയും വൈകിയാൽ അവനെൻ്റെ ബിരിയാണിയും എടുത്ത് തിന്നും. ഞാൻ തല തോർത്തിക്കൊണ്ട് വേഗം ഹോളിലേക്ക് നടന്നു. വിചാരിച്ച പോലെ അനിയൻ കോഴിക്കാൽ കടിച്ചു പറിക്കുന്നു. ഞാൻ ചിരിച്ചുകൊണ്ട് കസേര നീക്കിയിരുന്നു. അമ്മ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബിരിയാണി വേഗം അകത്താക്കി. അങ്ങനെ ബിരിയാണി കഴിച്ച് കുറച്ചു നേരം ടി വി കണ്ടു. ഫാനിൻ്റെ ചുവട്ടിൽ ഞാൻ ഇരുന്നു. ഞാൻ അമ്മയെ വിളിച്ച് പഴയ ഫോൺ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അതിലെ ഫുൾ ഡാറ്റ ഇതിലേക്ക് മാറ്റണം. കുറച്ച് തലവേദന പിടിച്ച പണിയായതുകൊണ്ട് ഞാൻ രാത്രി ചെയ്തു വെക്കാമെന്ന് അമ്മയോട് പറഞ്ഞു. പുതിയ ഫോൺ കിട്ടിയതിൻ്റെ കുറച്ച് ആകാംക്ഷയും സന്തോഷവും അമ്മയുടെ മുഖത്തുണ്ടായിരുന്നു. അപ്പോഴാണ് അച്ഛൻ വീട്ടിലേക്ക് കയറി വരുന്നത്. പുള്ളി നേരെ കുളിച്ച് ഫുഡ് കഴിച്ച് കിടക്കാൻ പോയി. കൃത്യസമയത്ത് ഉറങ്ങുക, രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നൊക്കെയാണ് പുള്ളിയുടെ ജീവിത ലക്ഷ്യം. അതുകൊണ്ട് എല്ലാവരും അതനുസരിച്ചാണ് ജീവിക്കുന്നത്. ഞാൻ റൂമിൽ പോയി കുറച്ച് വീഡിയോസൊക്കെ കണ്ട് അങ്ങ് തുടങ്ങി. ആ സമയത്താണ് ഞാൻ അമ്മയെക്കുറിച്ച് ഓർത്തത്. ഞങ്ങളുണ്ടായ ശേഷം അച്ഛനും അമ്മയും ഒരുമിച്ച് ഒരു മുറിയിൽ കിടന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. യാഥാർത്ഥ്യം എന്തെന്നാൽ ഒരുവിധം സ്ത്രീകളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയല്ലേ. നാട്ടിലുള്ള കോഴികൾ മുഴുവൻ അമ്മയെ കിട്ടാൻ കൊതിക്കുമ്പോൾ അച്ഛനിവിടെ നേരത്തെ കിടന്നുറങ്ങുന്നു. എറിയാൻ അറിയാത്തവന് വടി കൊടുത്ത പോലെ എന്ന് ചൊല്ലുണ്ടല്ലോ, അത് തന്നെ. ഞാൻ അമ്മയുടെ പഴയ ഫോൺ എടുത്തു. മെല്ലെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തു. സിം കാർഡ് എടുത്ത് പുതിയ ഫോണിലിട്ടു. സത്യം പറഞ്ഞാൽ അമ്മ എങ്ങനെയാ ആ പഴയ ഫോൺ ഉപയോഗിച്ചതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. 5 മിനിറ്റ് യൂസ് ചെയ്തപ്പോഴേ എൻ്റെ തല പെരുത്തു. എങ്ങനെയൊക്കെയോ എല്ലാം ട്രാൻസ്ഫർ ചെയ്തു. പുതിയ ഫോണിൽ FBയും ഇൻസ്റ്റയും ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. അമ്മയുടെ ലോഗിൻ വെച്ച് കയറി. FBയിൽ അമ്മയുടെ ഇൻബോക്സ് മുഴുവൻ കോഴികളുടെ മെസ്സേജും ഫ്രണ്ട് റിക്വസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ ഓരോന്നെടുത്ത് വായിച്ചു നോക്കി. കുറേ അമ്മാവന്മാരാണ്. ഹായ് സ്മിതേ. ഹായ്, ഒരു ഹായ് തരുമോ? സ്മിത നല്ല സുന്ദരിയാണ്. എൻ്റെ റിക്വസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യ് പ്ലീസ്. അങ്ങനെ കുറേ കോഴി മെസ്സേജുകൾ. അന്നാണ് അമ്മയ്ക്ക് ഇത്രയും ഫാൻസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. FBയിലെ അമ്മയുടെ പ്രൊഫൈൽ പിക്ക് അത്യാവശ്യം അടിപൊളിയാണ്. ഓണത്തിൻ്റെ സെറ്റ് സാരിയാണ് വേഷം. അമ്മ മുല്ലപ്പൂവൊക്കെ വെച്ച് സുന്ദരിയായ ഒരു ഫോട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കും ആ ഫോട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ അമ്മയുടെ അക്കൗണ്ടിൻ്റെ ഉള്ളിൽ കയറി. അമ്മയുടെ ഓരോ ഫോട്ടോസിനും അത്യാവശ്യം ലൈക്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ അമ്മ ഒരു നല്ല പതിവ്രതയാണ്. ഇത്രയും മെസ്സേജുകളും റിക്വസ്റ്റും വന്നിട്ടും അമ്മ ഒരെണ്ണത്തിനെയും ഇതുവരെ അടുപ്പിച്ചിട്ടില്ല. ഇത്രയും കാലം അച്ഛനല്ലാതെ അമ്മ ആരെയും നോക്കിയിട്ടില്ല. പെട്ടെന്ന് ഞാൻ അമ്മയുടെ ഇൻസ്റ്റാ അക്കൗണ്ട് ലോഗിൻ ചെയ്തു. അധികം ഫോളോവേഴ്സൊന്നും അതിലില്ല. സത്യം പറഞ്ഞാൽ നാട്ടിലുള്ള അമ്മാവന്മാർ കൂടുതലും FBയിലാണ്. അതുകൊണ്ട് ഇൻസ്റ്റയിൽ അധികം മെസ്സേജൊന്നും കാണുന്നില്ല. എന്നാൽ എന്നെ സർപ്രൈസ് ചെയ്ത കാര്യം എന്താണെന്നാൽ സിറാജിക്കയുടെ ഒരു ഫോളോ റിക്വസ്റ്റ് അമ്മയുടെ നോട്ടിഫിക്കേഷനിൽ കിടക്കുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പ് അടച്ചതാണ്.
അന്ന് അമ്മയെ സിറാജിക്ക കണ്ട ദിവസമായിരുന്നു അത്. സിറാജിക്കയുടെ ഉദ്ദേശം എനിക്ക് പിടികിട്ടി. പുള്ളിക്ക് അമ്മയെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് അമ്മയെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഓഫീസിൽ വെച്ച് അമ്മയെ അച്ഛനെയും പറ്റി പുള്ളി കൂടുതൽ ചോദിച്ചറിഞ്ഞു. ഞാൻ പുള്ളിയുടെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് വിട്ടു. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. പുള്ളി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഞാൻ അമ്മയുടെ അക്കൗണ്ട് എൻ്റെ ഫോണിലും ആഡ് ചെയ്തു. അതുകൊണ്ട് അമ്മയ്ക്ക് വരുന്ന മെസ്സേജുകൾ എനിക്കും വായിക്കാമല്ലോ. എന്തായാലും സിറാജിക്കയുടെ ആഗ്രഹം പെട്ടെന്നൊന്നും സാധിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ എന്തോ അത് കാണാൻ എനിക്കൊരാഗ്രഹം. അങ്ങനെ അതൊക്കെ ആലോചിച്ച് ഞാനങ്ങ് തുടങ്ങി. ആ ക്ഷീണത്തിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റ് അമ്മയ്ക്ക് പുതിയ ഫോൺ കൊടുത്തു. യൂസ് ചെയ്യുന്നതെല്ലാം പറഞ്ഞു പഠിപ്പിച്ച് ഞാൻ ഓഫീസിലിറങ്ങി. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങി. ഓഫീസിൽ പോയി ഇന്നത്തെ മീറ്റിംഗ്സൊക്കെ നോക്കി സിറാജിക്കയുടെ ക്യാബിലേക്ക് പോയി. ഗുഡ് മോർണിംഗ് മനു. ഇന്നെനിക്ക് കുറച്ച് തിരക്കാണ്. മനു ഒറ്റയ്ക്ക് പോയി ക്ലയൻസിനെ കണ്ടാൽ മതി. പിന്നെ നമ്മുടെ ഓഡിറ്ററിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം, സിറാജിക്ക എന്നോട് പറഞ്ഞു. ആ ശരി സിറാജിക്ക, ഞാൻ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. ഞാൻ പിന്നെ കുറച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞ് ഒരു ചായ കുടിക്കാൻ ഇറങ്ങി. പെട്ടെന്ന് ഇൻസ്റ്റയിൽ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടു. ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ അത് അമ്മയുടെ അക്കൗണ്ടിലായിരുന്നു. ഞാൻ പെട്ടെന്നൊന്ന് നെട്ടി. അത് സിറാജിക്കയുടെ മെസ്സേജ് ആയിരുന്നു. ഹലോ സ്മിത ചേച്ചി, ഞാൻ സിറാജാണ്. എന്നെ മനസ്സിലായോ? ഞാൻ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളി ശരിക്കും അമ്മയെ കയ്യിലാക്കാനുള്ള പുറപ്പാടിലാണ്. എന്നോട് തിരക്കാണെന്നും പറഞ്ഞ് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിരിക്കുകയാണ് സിറാജിക്ക. ഞാൻ ചായ കുടിച്ച് നേരെ ബൈക്കിൽ ക്ലയൻസിനെ കാണാൻ തിരിച്ചു. സിറാജിക്ക എന്താണ് ചെയ്യാൻ പോകുന്നത്? അമ്മ മെസ്സേജ് റിപ്ലൈ കൊടുക്കുമോ എന്ന ചിന്തയിൽ ഞാൻ ബൈക്ക് ഓടിച്ചു. ഉച്ച കഴിഞ്ഞ് ഞാനൊരു ഹോട്ടലിൽ ഊണ് കഴിക്കാൻ കയറി. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അമ്മയുടെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. പുതിയ ഫോണായതുകൊണ്ട് ആദ്യത്തെ കുറച്ച് ദിവസം കുറച്ച് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കടയിൽ നിൽക്കുമ്പോൾ അമ്മയ്ക്കധികം ഫോൺ യൂസ് ചെയ്യാൻ കഴിയില്ല. കടയിലെപ്പോഴും കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കും. പിന്നെ വൈകിട്ട് മാത്രമാണ് അമ്മ കൂടുതലും ഫോൺ ഉപയോഗിക്കാറ്. വൈകിട്ട് 5 മണി കഴിഞ്ഞ് ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ വെറുതെ ഞാൻ അമ്മയുടെ അക്കൗണ്ടിൽ കയറി. അമ്മ സിറാജിക്കയുടെ മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം അവർ ചാറ്റും ചെയ്തിരിക്കുന്നു. ജോലി തിരക്കിൽ ഫോൺ നോക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ അവരുടെ ചാറ്റ് ഓരോന്നായി വായിച്ചിരുന്നു. ഹായ് സിറാജ്. യെസ്, എനിക്ക് മനസ്സിലായി. മനുവിൻ്റെ സാറല്ലേ? അമ്മ പറഞ്ഞു. ആ ഹലോ സ്മിത, ഞാൻ വിചാരിച്ചു എന്നെ മറന്നു കാണുമെന്ന്. സാറിനെ പറ്റി മനു എപ്പോഴും പറയും. അവന് നല്ലൊരു ജോലി കൊടുത്തതിന് നന്ദി. അവൻ ഇപ്പോൾ ഹാപ്പിയാണ്, അമ്മ പറഞ്ഞു. എന്നെ സാറിനൊന്നും വിളിക്കണ്ട. മനു ആൾ സ്മാർട്ടാണ്. അവൻ വന്നതിന് ശേഷം കുറേ ബിസിനസ് നടന്നു. പിന്നെ ചേച്ചിയെ കണ്ടാൽ മനുവിൻ്റെ പോലുള്ള മകനുണ്ടെന്ന് പറയേയില്ല. എനിക്ക് വയസ്സ് 44 കഴിഞ്ഞു. സിറാജിൻ്റെ ഫാമിലിയൊക്കെ? അമ്മ ഒരു ചിരിക്കുന്ന സ്മൈലിയോടൊപ്പം അത് പറഞ്ഞു. ചേച്ചിയെ കണ്ടാൽ 35 വയസ്സിൽ കൂടുതൽ തോന്നിക്കില്ല. പിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ബിസിനസ് കൊണ്ടു നടക്കുന്നതിനിടയിൽ അതൊക്കെ മറന്നു. വീട്ടിൽ നോക്കുന്നുണ്ട്. പിന്നെ നമുക്കെല്ലാം ഒത്തുവരണ്ടേ? 32 കഴിഞ്ഞതുകൊണ്ട് വീട്ടിലും നാട്ടിലും ഇപ്പോഴിതാണ് ചോദ്യം, സിറാജിക്ക പറഞ്ഞു. അത് പിന്നെ അങ്ങനെയാണുള്ള നാട്ടു നടപ്പ്. വൈകാതെ ഒരു നല്ല പെൺകുട്ടിയെ കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം, അമ്മ പറഞ്ഞു. താങ്ക് യു ചേച്ചി. എന്നാൽ ശരി സിറാജ്, കുറച്ച് ജോലി തിരക്കുണ്ട്. അങ്ങനെ അവരുടെ ചാറ്റ് അവസാനിച്ചു. സിറാജിക്ക അത്യാവശ്യം നന്നായി ചാറ്റ് ചെയ്തു. ഇനി എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിഞ്ഞ് കാണാം. രാത്രി ഞാൻ വീട്ടിലെത്തി പതിവ് പോലെ അത്താഴം കഴിച്ച് മുറിയിലേക്ക് പോയി. മനസ്സിൽ മുഴുവൻ സിറാജിക്ക എന്താണ് അടുത്തതായി ചെയ്യാൻ പോകുന്നതെന്ന് ചിന്തയായി ഞാൻ കിടന്നു. രാത്രി അമ്മ ഫോൺ ഉപയോഗിക്കാറില്ല. അച്ഛൻ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കമ്മ ഫോണിൽ നോക്കിയിരുന്നാൽ പിന്നെ അതും പറഞ്ഞ് വഴക്കാകും. 10 കഴിഞ്ഞാൽ പിന്നെ അവർ ഉറങ്ങും. അതുകൊണ്ട് സിറാജിക്കയ്ക്ക് രാത്രി ചാറ്റ് നടക്കില്ല. ഇനി എന്തെങ്കിലും നടക്കണമെങ്കിൽ നാളെ പകൽ നോക്കിയാൽ മതി. അടുത്ത ദിവസം പതിവ് പോലെ സിറാജിക്കയുടെ മെസ്സേജ് വന്നു.
ഞാൻ ക്ലയൻറ്റ് മീറ്റിംഗൊക്കെ കഴിഞ്ഞ് ഒരു ചായയും പപ്സും അകത്താക്കുമ്പോഴാണ് ആ മെസ്സേജ് കണ്ടത്. ഇന്നവർ അത്യാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ഞാൻ മെസ്സേജ് ഓരോന്നായി വായിക്കാൻ തുടങ്ങി. ഹലോ സ്മിത, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? സിറാജൊക്കെ ചോദിച്ചു. കുഴപ്പമില്ല, ഇവിടെ കടയിലെപ്പോഴും തിരക്കാണ്, അമ്മ മറുപടി നൽകി. ആണോ? ചേച്ചിക്ക് വേറെ കുറച്ച് സാലറി കൂടുതലുള്ള ജോലി നോക്കിക്കൂടെ? അത് ഇപ്പോൾ കുഴപ്പമില്ല, ഇവിടെ നല്ല ശമ്പളമുണ്ട്. പിന്നെ ഇത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണ്. കുറേ വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു. പിന്നെ വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്, അമ്മ പറഞ്ഞു. ആ, അത് ശരിയാണ് ചേച്ചി, സ്ത്രീകൾ ജോലിക്ക് പോകുന്നതാണ് നല്ലത്. ശരിയാണ്. ഞാനിപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ നിന്നും ക്യാഷൊന്നും മേടിക്കാറില്ല. എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ചെയ്യാറ്. ഇപ്പോൾ മനുവാണ് വീട്ടു ചിലവൊക്കെ നോക്കുന്നത്. ചേട്ടൻ്റെ സാലറി ഇപ്പോൾ കുറവാണ്. ഓ, അല്ല ചേച്ചി, നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ? സിറാജൊക്കെ ചോദിച്ചു. അതെന്ത് പറ്റി അങ്ങനെ ചോദിക്കാൻ? ഞാൻ അറേഞ്ച് മാരേജ് ആയിരുന്നു. 20 കെട്ടി. പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അത്യാവശ്യം ജോലി ചെയ്യാനായി. പിന്നെ മനുവിനെ പ്രസവിച്ച് കുറേ നാൾ വീട്ടിലിരിപ്പായി. നേരത്തെ കെട്ടിയതുകൊണ്ട് ഇപ്പോൾ മനുവിനെ പോലെ വലിയ ചെക്കൻ്റെ അമ്മയുമായി. ഞാൻ വെറുതെ ചോദിച്ചതാ. ചേച്ചിയെപ്പോലുള്ള സുന്ദരിമാരൊക്കെ സാധാരണ ആരെങ്കിലും ലവ് മാരേജൊക്കെ അല്ലേ ചെയ്യുന്നത്? അതാ ഞാൻ ചോദിച്ചത്. അല്ല ചേച്ചി, എന്താ ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം? സിറാജിക്ക ഒന്നെറിയുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ അത്രയ്ക്ക് സുന്ദരിയൊന്നും അല്ലടോ, അമ്മ പറഞ്ഞു. അങ്ങനെ അവരുടെ ചാറ്റിങ് തുടർന്നു. അമ്മ നന്നായി തന്നെ സിറാജിക്കയോട് ചാറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും സിറാജിക്കയ്ക്ക് അത്ര എളുപ്പത്തിൽ അമ്മ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സിറാജിക്കയുടെ ഉദ്ദേശം നടന്നു കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. അത് കാണാൻ എനിക്ക് ആകാംക്ഷയുമായി. സിറാജിക്ക അമ്മ എങ്ങനെയാണ് വളർക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ കാണാം. ദിവസങ്ങൾ കടന്നുപോയി. അവരുടെ ചാറ്റ് ഇപ്പോഴും വലിയ രീതിയിൽ പുരോഗതിയില്ല. ഞാൻ ദിവസവും അവരുടെ ഇൻസ്റ്റാ ചാറ്റ് വായിക്കും. ഓരോ ദിവസത്തെ വിശേഷങ്ങൾ മാത്രമായി അവരുടെ ചാറ്റിൽ ഒതുങ്ങി. ഇങ്ങനെ പോയാൽ സിറാജിക്ക ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്ന് തോന്നുന്നേയില്ല. അപ്പോഴാണ് എനിക്ക് സിറാജിക്കയെ സഹായിക്കാൻ ഒരു ഐഡിയ തോന്നിയത്. സിറാജിക്കയുടെ ആഗ്രഹം നടത്തിക്കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം വർക്ക് കഴിഞ്ഞ് ഞാനും സിറാജിക്കയും പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് സിറാജിക്കയുടെ അമ്മയുടെ കാര്യം സംസാരിക്കാൻ തീരുമാനിച്ചു. സിറാജിക്ക, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. എന്താടാ, നീ കാര്യം പറ. ഞാൻ എന്തിനാടാ നിന്നോട് ദേഷ്യപ്പെടുന്നേ? അതിക്ക, ഞാൻ അമ്മയുടെ ഫോണിൽ കുറേ മെസ്സേജ് കണ്ടു. സിറാജിക്ക എന്തിനാ അമ്മയോട് ദിവസവും ചാറ്റ് ചെയ്യുന്നേ? എടാ, അത് പിന്നെ... സിറാജിക്ക ഒന്ന് പരുങ്ങി. ഇക്ക പേടിക്കണ്ട, ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചതാ. എൻ്റെ വല്ല സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പക്ഷേ എനിക്കതിൻ്റെ ഗുണം ലഭിക്കണം. നിനക്ക് ഞാൻ ചോദിക്കുന്നത് തരും. നിൻ്റെ അമ്മ സ്മിത, അവൾ ഒരു സുന്ദരിയാ. അത് കണ്ടിട്ട് എനിക്ക് ഇരിക്കുപുറതിയില്ല. ഞാൻ കുറേ ചാറ്റ് ചെയ്ത് നോക്കി, പക്ഷേ ഒന്നും നടക്കുന്നില്ലടാ. ഇക്കയെ പോലെ കുറേ പേര് അമ്മയുടെ പുറകെ നടന്നതാ. ആർക്കും ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അച്ഛനല്ലാതെ ഒരുത്തനും അമ്മയുടെ മനസ്സിലില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. പക്ഷേ എനിക്ക് മാനേജറായി പ്രൊമോഷൻ വേണം. സെയിൽസ് എക്സിക്യൂട്ടീവ് ജോലി എനിക്ക് മടുത്തു, ഞാൻ പറഞ്ഞു. ആ കാര്യം ഞാൻ ഏറ്റടാ. നീയൊന്ന് എല്ലാം ശരിയാക്കി തന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. എൻ്റെ മനസ്സിൽ എങ്ങനെയാണ് എല്ലാം ഒന്ന് സിറാജിക്കയ്ക്ക് ശരിയാക്കി കൊടുക്കുക എന്ന പ്ലാനിൽ മുഴുകി. എൻ്റെ മനസ്സിൽ ചെറിയ കുറ്റബോധമുണ്ടെങ്കിലും ഞാൻ തീരുമാനിച്ചതുപോലെ മുന്നോട്ട് പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അച്ഛൻ കുറച്ച് വിഷമത്തിൽ വീട്ടിൽ വന്നു. ഞാനും അമ്മയും കാര്യം അന്വേഷിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത് അച്ഛൻ്റെ ഇൻഷുറൻസ് കമ്പനിയിലെ ഏജൻറ്റ്മാരെ പിരിച്ചുവിട്ടു. ഇപ്പോൾ കൂടുതലും ഓൺലൈനിലായതുകൊണ്ട് പഴയ ഏജൻസിനെ കമ്പനിക്ക് ഇപ്പോൾ ആവശ്യമില്ല. ഇത്രയും കാലം അച്ഛൻ്റെ ഈ ജോലി കൊണ്ടാണ് കുടുംബം നടന്നു പോയത്. ബാങ്കിലാണെങ്കിൽ വീട് പണിയാനെടുത്ത ലോണടവ് അച്ഛനിപ്പോൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലിയുടെ പ്രശ്നം അച്ഛനെ ആകെ ടെൻഷനിലാക്കി. ഞാൻ പുള്ളിയോട് ഇനി ജോലിക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഇപ്പോഴത്തെ സാലറി കൊണ്ട് സുഖമായി ജീവിക്കാമെന്ന് പറഞ്ഞിട്ടും പുള്ളി എന്നോട് ദേഷ്യപ്പെട്ടു.
പുള്ളി കുറച്ച് അഭിമാനിയാണ്. മോൻ്റെ ചിലവിൽ ജീവിക്കുന്നത് പുള്ളിയെ സംബന്ധിച്ച് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അച്ഛൻ ഫുൾ ടൈം വീട്ടിലിരിപ്പായി. അതുകൊണ്ട് പഴയ പോലെ സിറാജിക്കയുടെ ചാറ്റിംഗ് ഒന്നും നടക്കുന്നില്ല. ഞാനും പിന്നെ ഇതിൻ്റെ ടെൻഷനിൽ ആ കാര്യമങ്ങ് വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ കൂടെ ഏജൻ്റായി ജോലി ചെയ്തിരുന്ന സതീഷ് ഏട്ടൻ അച്ഛനെ കാണാൻ വീട്ടിലേക്ക് വന്നത്. പുള്ളിക്ക് കൊച്ചിയിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി കിട്ടി. 40,000 രൂപ സാലറിയും പിന്നെ ഫുഡും താമസവും കമ്പനി ക്വാർട്ടേഴ്സിൽ കിട്ടും. അവിടെ ഒരു ഒഴിവുള്ള കാര്യം സംസാരിക്കാനാണ് സതീഷ് ഏട്ടൻ വീട്ടിലേക്ക് വന്നത്. അച്ഛൻ ഇതുവരെ നമ്മളെ വിട്ട് മാറി നിന്നിട്ടില്ല. അച്ഛൻ സതീഷ് ഏട്ടനോട് ജോലിക്കാരും ശരിയാക്കി വെക്കാൻ പറഞ്ഞു. ശനിയും ഞായറും അവധിയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ജോലി കഴിഞ്ഞ് ട്രെയിൻ പിടിച്ചാൽ പുലർച്ചെ ഇവിടെ എത്താം. പിന്നെ ഇപ്പോൾ കിട്ടുന്നേക്കാളും സാലറിയുമുണ്ട്. പിന്നെ മക്കൾ രണ്ടാളും വലുതായതുകൊണ്ട് ഒന്നും പേടിക്കാനുമില്ല. അമ്മക്കച്ഛൻ പോകുന്നതിൽ വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഇഷ്ടത്തിന് എതിർ നിൽക്കണ്ടല്ലെന്ന് വിചാരിച്ച് അമ്മ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അച്ഛൻ ജോലിക്കായി കൊച്ചിയിലേക്ക് പോയി. ഇപ്പോൾ ഞാനും അമ്മയും അനുജനും മാത്രമേ വീട്ടിലുള്ളൂ. അച്ഛൻ പോയതുകൊണ്ട് പണ്ടത്തെ പട്ടാളച്ചിട്ട വീട്ടിൽ മാറിക്കിട്ടി. അമ്മ ടി വിയൊക്കെ കണ്ട് പതിയെ കിടക്കാൻ പോകൂ. അനിയനാണെങ്കിൽ എക്സാം തുടങ്ങാറായതുകൊണ്ട് ഇപ്പോൾ ഫുൾ ടൈം പഠിത്തം ട്യൂഷനായി നല്ല തിരക്കാണ്. ഇപ്പോൾ സിറാജിക്കയ്ക്ക് അമ്മയുടെ കൂടുതലെടുക്കാനുള്ള നല്ല അവസരമാണ്. തിങ്കൾ മുതൽ വെള്ളി രാത്രി വരെ അമ്മ ഒറ്റയ്ക്കാണ് കിടക്കാറ്. അതുകൊണ്ട് ചാറ്റ് ചെയ്യാൻ നല്ല സമയമുണ്ട്. ഞാൻ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ സിറാജിക്കയെ അറിയിച്ചു. ഒരു ദിവസം വൈകിട്ട് സിറാജിക്ക എനിക്കൊരു ചെറിയ ക്യാമറ തന്നു. ഇതെന്താ സിറാജിക്ക, ക്യാമറയാണോ? ഇതെന്തിനാ എനിക്ക് തന്നെ? ഞാൻ ചോദിച്ചു. നീ ഈ ക്യാമറ നിൻ്റെ അമ്മയുടെ മുറിയിൽ ആരും അറിയാതെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് നിൻ്റെയും എൻ്റെയും ഫോണിൽ കണക്ട് ചെയ്താൽ നിൻ്റെ അമ്മ മുറിയിൽ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് രണ്ടുപേർക്കും കാണാം. ഇക്ക, അത് വേണ്ട. ഇതൊന്നും സേഫല്ല. ഇത് വലിയ പ്രശ്നമാകും. ഞാൻ പറഞ്ഞു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇത് ഫുള്ളി സെക്യൂർഡാണ്. വീഡിയോസ് ഒരിക്കലും ലീക്കാകില്ല. അതിൻ്റെ വാക്കാണ്. പിന്നെ ക്യാമറ ഫോണിൽ നിന്നും ഓഫ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പോലെ ഉപയോഗിച്ചാൽ മതി. പിന്നെ നിൻ്റെ പ്രൊമോഷൻ്റെ കാര്യം ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ടുണ്ട്, സിറാജൊക്കെ പറഞ്ഞു. ഇക്കയുടെ വാക്ക് കേട്ട് ഞാൻ ക്യാമറയുമായി വീട്ടിലേക്ക് ചെന്നു. പ്രൊമോഷൻ കാര്യം കേട്ടപ്പോൾ ചെറിയൊരു സന്തോഷം. ഇന്ന് എന്തായാലും ക്യാമറ വെക്കുന്ന കാര്യം നടക്കില്ല. വീട്ടിൽ അമ്മയും അനിയനും ഇല്ലാത്ത സമയത്തെ കാര്യം നടക്കൂ. അടുത്ത ദിവസം ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തു. ചെറിയ തലവേദന എന്ന് കള്ളം പറഞ്ഞു. 10 മണി കഴിഞ്ഞ് അമ്മയും അനിയനും ഇറങ്ങി. ഞാൻ അമ്മയുടെ മുറിയിലേക്ക് ക്യാമറ എടുത്ത് നടന്നു. അമ്മയുടെ മുറി അത്യാവശ്യം വലുതാണ്. ബാത്ത് അറ്റാച്ച്ഡ് റൂം ആയതുകൊണ്ട് നല്ല സൗകര്യവുമുണ്ട്. ഞാൻ മുറിയാക്കി നിരീക്ഷിച്ചു. ക്യാമറ വെച്ചാൽ അമ്മ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇടത്ത് വേണം വെക്കാൻ. ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ കുറേ സമയം ക്യാമറ പ്രവർത്തിക്കും. പിന്നെ വീട്ടിലെ വൈഫൈ വഴിയാണ് ഫോണിൽ കണക്റ്റ് ആവുക. മുറിയിലെ അലമാരയുടെ മുകളിൽ അങ്ങനെ ആർക്കും കയറാൻ പറ്റില്ല. അതുകൊണ്ട് അവിടം സേഫാണ്. പിന്നെ അമ്മയുടെ മുറിയുടെ ഫുൾ വ്യൂ ക്യാമറയിൽ പതിയാനും സാധിക്കും. ഞാനൊരു കസേര വലിച്ച് എങ്ങനെയോ കയറി ക്യാമറ ആരും കാണാത്ത രീതിയിൽ ഒളിപ്പിച്ചു. ഞാൻ എൻ്റെ മുറിയിൽ കയറി ഫോൺ ഓണാക്കി കണക്ട് ചെയ്തു. ഇപ്പോൾ അമ്മയുടെ മുറി ശരിക്കും കാണാം. എല്ലാം ഓക്കെ എന്ന് സിറാജിക്കയ്ക്ക് മെസ്സേജ് വിട്ടു. ഇപ്പോൾ പുള്ളിയുടെ ഫോണിലും ആ ദൃശ്യങ്ങൾ കാണാം. ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് ഓഫീസിലേക്ക് തിരിച്ചു. രാത്രിയായി വീട്ടിലെത്താൻ. ഇന്ന് അത്യാവശ്യം തിരക്കുള്ള ദിവസമായതുകൊണ്ട് ഫോൺ എടുത്തു നോക്കാൻ സമയം കിട്ടിയേയില്ല. അമ്മ ഫുഡ് എടുത്ത് ഞാൻ കുളിച്ചു വന്ന് ഫുഡ് കഴിച്ചു. നേരെ മുറിയിലേക്ക് പോയി. ഞാൻ കിടന്നുകൊണ്ട് വേഗം ആപ്പ് ഓപ്പൺ ചെയ്തു. പ്രത്യേകിച്ചൊന്നും തന്നെ അതിലില്ലായിരുന്നു. അടുത്ത ദിവസം ഞാൻ സിറാജിക്കുമായി വൈകിട്ട് ചായ കുടിച്ചുകൊണ്ടിരുന്ന് സംസാരിച്ചു. എടാ, എന്തായി? ഞാൻ പറഞ്ഞ കാര്യം വല്ലത് നടക്കുമോ? സിറാജിക്ക എന്നോട് ചോദിച്ചു. ആ, നോക്കട്ടെ. അമ്മ ഇപ്പോൾ രാത്രി ഫ്രീ ആണ്. ഇക്കാക്ക് ചാറ്റ് ചെയ്ത് നോക്കിക്കൂടെ? ഞാൻ പറഞ്ഞു. ആടാ, ഇന്ന് രാത്രി നോക്കാം. അങ്ങനെ ഞാൻ സാധാരണ ദിവസം പോലെ ജോലിയിൽ മുഴുകി. എൻ്റെ മനസ്സിൽ മൊത്തം അമ്മ തന്നെയായിരുന്നു. എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കണം. അതുവഴി പ്രൊമോഷനും ശരിയാക്കണം. ചാൻസ് കിട്ടിയാൽ എനിക്കും വേണം. പതിവ് പോലെ രാത്രി ഞാൻ മുറിയിൽ ആലോചിച്ച് കിടക്കുകയായിരുന്നു. എപ്പോഴോ
അമ്മയുടെ ഇൻസ്റ്റയിൽ സിറാജിക്കയുടെ മെസ്സേജ് കണ്ടു. നേരം 10 കഴിഞ്ഞു. അമ്മ മുറിയിൽ കിടക്കാനായി പോയിരിക്കുന്നു. ഞാൻ ക്യാമറ വഴി നോക്കി. അമ്മ ഫോണിൽ എന്തോ ചെയ്യാണെന്ന് മനസ്സിലായി. ഒരുപക്ഷെ സിറാജിക്കയുടെ മെസ്സേജ് നോക്കുമായിരിക്കും. ഹലോ സ്മിതേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സിറാജൊക്കെ ചോദിച്ചു. ഹായ് സിറാജ്, സുഖം, അങ്ങനെ പോകുന്നു. സിറാജിന് സുഖമല്ലേ? ആ, സുഖ ചേച്ചി. പിന്നെ ഹസ്ബൻഡില്ലാത്തതിൻ്റെ വിഷമത്തിലാണോ? സിറാജൊക്കെ ചോദിച്ചു. ആ, കുറച്ച്. കല്യാണം കഴിഞ്ഞ് പുള്ളി ഇതുവരെ വിട്ടു നിന്നിട്ടില്ല. ഞാനില്ലെങ്കിൽ പുള്ളി ആരോഗ്യമൊന്നും ശ്രദ്ധിക്കില്ല. പിന്നെ നല്ലൊരു ജോലി കിട്ടിയതിൻ്റെ ഒരാശ്വാസവുമുണ്ട്. അതാ ഞാൻ ഓർത്തെ, ചേച്ചിയെപ്പോലെ ഒരു സുന്ദരിയെ വിട്ടിട്ട് ചേട്ടന് എങ്ങനെ പോകാൻ തോന്നുന്നു എന്ന്. ഞാൻ അത്രയ്ക്ക് സുന്ദരിയൊന്നും അല്ല കേട്ടോ. ആ, ആനയ്ക്ക് അതിൻ്റെ വലിപ്പം അറിയില്ലല്ലോ. ചേച്ചിയുടെ പ്രായത്തിൽ ഇത്ര സുന്ദരിയായ സ്ത്രീയെ ഞാൻ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. ചേട്ടൻ ശരിക്കും ഭാഗ്യം ചെയ്ത ആളാ. താങ്ക്സ് സിറാജ്. പിന്നെ ചേച്ചിയോട് ചാറ്റ് ചെയ്യുമ്പോൾ എനിക്കെന്തോ ഒരടുപ്പം പോലെ. മനുവിൻ്റെ അമ്മ എന്ന നിലക്കല്ല, ചേച്ചിയുടെ അടുത്ത് എന്തൊരു പ്രത്യേക അടുപ്പം. സിറാജിന് എനിക്കൊരു ചെറിയ പയ്യനായിട്ടാണ് തോന്നാറ്. ഇയാൾ നല്ലൊരു സുഹൃത്താണ്, അമ്മ പറഞ്ഞു. അതെ അതെ, 32 വയസ്സുള്ള കൊച്ചു പയ്യൻ ഞാനല്ലേ? അത് കേട്ട് അമ്മ ചിരിക്കുന്നു. അല്ല, ചേച്ചിയുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം പറഞ്ഞില്ലല്ലോ. അതെനിക്കറിയില്ല. ചിലപ്പോൾ നല്ല കുടുംബത്തിൽ പിറന്നുകൊണ്ടാവും. പിന്നെ ഈ ബാഹ്യ സൗന്ദര്യത്തിലൊന്നും വലിയ കാര്യമില്ല സിറാജ്. എനിക്ക് ചേച്ചിയെപ്പോലുള്ളൊരു ഭാര്യയെ കിട്ടിയാൽ മതി. പിന്നെ ഞാൻ ഫുൾ ടൈം വീട്ടിലിരിപ്പാകും, സിറാജൊക്കെ പറഞ്ഞു. അപ്പോൾ ജോലിക്കൊന്നും പോകണ്ടേ? എന്തിന്? ചേച്ചിയെപ്പോലുള്ള പെണ്ണിനെ കിട്ടിയാൽ പിന്നെ ജോലിയൊന്നും എനിക്ക് വേണ്ടേ വേണ്ട. അയ്യോ, അതെന്താ ഉദ്ദേശിച്ചേ? അല്ല, ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചിയെ കിട്ടിയപ്പോൾ ജോലിക്ക് പോയിരുന്നോ? പിന്നെ പുള്ളി ജോലിക്ക് പോയതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ വളരുന്ന 2 എണ്ണം, അമ്മ പറഞ്ഞു. ഓഹോ, അപ്പോൾ ചേട്ടൻ ഇപ്പോഴും ജോലി ചെയ്യാറുണ്ടോ? ഇപ്പോൾ ജോലി പോയിട്ട് മര്യാദക്ക് സംസാരിച്ച കാലം മറന്നു, അമ്മ പറഞ്ഞു. ചേച്ചി വിഷമിക്കണ്ട, വേണമെങ്കിൽ ഞാൻ ചേച്ചിക്ക് ജോലി ശരിയാക്കി തരാം. ആ, ജോലിക്കാരനാകാൻ പറ്റിയ ആള്, അമ്മ പറഞ്ഞു. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? ഞാൻ നന്നായി ജോലി ചെയ്താൽ പിന്നെ ചേച്ചി എന്നെ വിടത്തില്ല. അപ്പോൾ കുറേ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലേ താൻ? അമ്മ ചോദിച്ചു. ആ, അത്യാവശ്യം. ചേച്ചിയുടെ പ്രായത്തിലുള്ള ആരുമായി ഇതുവരെ ഇല്ല. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? എന്നിട്ട് എന്ത് പറ്റി? അത് ഇതുവരെയും അങ്ങനെ ഒരാളെ ഒത്തു വന്നിട്ടില്ല. പിന്നെ ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അത് കാണുമ്പോഴാ. സിറാജ്, മതി. നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തെറ്റാണ്. ഇയാൾക്ക് ചെറിയ പ്രായമേ ഉള്ളൂ, അമ്മ പറഞ്ഞു. ചേച്ചി, ഞാൻ സത്യം പറയട്ടെ, അന്ന് മനുവിൻ്റെ കൂടെ ബൈക്കിൽ പോകുമ്പോൾ ചേച്ചിയെ കണ്ടപ്പോൾ മുതൽ എനിക്ക് ചേച്ചിയെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, അത് നമ്മൾ ആസ്വദിക്കണ്ടേ? എനിക്കിതൊന്നും താല്പര്യമില്ല സിറാജ്, ഞാൻ ഉറങ്ങട്ടെ, ലേറ്റായി. ഗുഡ് നൈറ്റ് ചേച്ചി. ഞാൻ അമ്മയുടെ ചാറ്റ് മുഴുവൻ കിടന്നുകൊണ്ട് വായിച്ചു. ഇന്ന് സിറാജിക്കായി നന്നായി ചാറ്റ് ചെയ്തു. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് വരുന്നുണ്ട്. ഞാൻ ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ അമ്മ കണ്ണ് തുറന്ന് കിടക്കുകയാണ്, എന്തൊക്കെ ആലോചിക്കുന്നുണ്ട്. സിറാജിക്ക പറഞ്ഞ കാര്യം അമ്മയുടെ മനസ്സിൽ കൊണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അടുത്ത ദിവസം നമ്മുടെ അടുത്ത ബന്ധുവിൻ്റെ കല്യാണത്തിന് പോകാനായി ഞാനും അമ്മയും അനുജനും ഒരുങ്ങി. അമ്മ ഒരു പച്ച കളർ സാരിയാണ് ഇട്ടിരിക്കുന്നത്. അച്ഛൻ വരാത്തത് കൊണ്ട് ഞാൻ എന്തായാലും പോകേണ്ട അവസ്ഥയായി. പൊതുവെ ഞാൻ ഈ പരിപാടികളിലൊക്കെ ഒഴിവാകാറാണ് പതിവ്. അമ്മയെ ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞങ്ങളങ്ങനെ ഒരു ഓട്ടോയും പിടിച്ച് കല്യാണ ഹാളിലേക്ക് തിരിച്ചു. നല്ല തിരക്കുണ്ട്. അമ്മയെ അവിടെയുള്ള ചെറുക്കന്മാരെല്ലാവരും നോക്കി നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ച് നേരെ പെണ്ണിനെയും ചെക്കനെയും കണ്ടിറങ്ങി. അപ്പോഴാണ് അമ്മ എന്നോട് അവിടെ നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുത്തുതരാൻ പറഞ്ഞത്. ഞാൻ അമ്മയുടെ ഫോണിൽ അമ്മയുടെ നല്ല ഉഗ്രൻ ഫോട്ടോസ് എടുത്തു കൊടുത്തു. പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് നേരെ ഓഫീസിലേക്ക് തിരിച്ചു. സിറാജിക്കയോട് വൈകുമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഞാൻ ഓഫീസിൽ പോയി
ജോലികളൊക്കെ കഴിഞ്ഞ് സിറാജുക്കയുമായി ചായ കുടിക്കാനിറങ്ങി. ഞാൻ ഇന്നലെ നിൻ്റെ അമ്മയുമായി രാത്രി കുറച്ച് സംസാരിച്ചു. ഇപ്പോൾ കുറച്ച് പുരോഗതിയൊക്കെ ഉണ്ട്. അങ്ങനെ മെല്ലെ മെല്ലെ സ്മിതയുമായി കൂടുതൽ അടുക്കണം, സിറാജൊക്കെ പറഞ്ഞു. ഇക്ക നോക്ക്, എൻ്റെ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും പറഞ്ഞാൽ മതി. പറയാടാ, നിൻ്റെ അമ്മ ഒരു പതിവ്രതയാണ്. അങ്ങനെയുള്ളവരെ വഴുതിയിൽ കൊണ്ടുവരാൻ സമയമെടുക്കും. നിൻ്റെ അച്ഛൻ വീട്ടിലുണ്ടെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ച് വീട്ടിലേക്ക് മടങ്ങി. പതിവ് പോലെ ഞാൻ രാത്രി മുഴുവൻ സിറാജയ്ക്കും അമ്മയും തമ്മിൽ ഇന്നത്തെ ചാറ്റ് എന്താകുമെന്ന് ആകാംക്ഷയോടെ കാത്തിരുന്നു. അമ്മ മുറിയിൽ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് ഇൻസ്റ്റയിൽ നോക്കുമ്പോൾ അമ്മ ഇന്ന് ഞാൻ എടുത്തു കൊടുത്ത ഫോട്ടോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു സിറാജയ്ക്ക് കാണിക്കാൻ വേണ്ടിയാണ് അമ്മ അത് പോസ്റ്റ് ചെയ്യുന്നതെന്ന്. ഫോട്ടോ പോസ്റ്റ് ചെയ്ത ഉടൻ സിറാജിക്കയുടെ ലൈക്ക് വന്നു. സമയം അപ്പോൾ ഒരു 11 മണിയായി കാണും. ചേച്ചി, ഇന്ന് സാരിയിൽ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. താങ്ക്സ് സിറാജ്. ചേച്ചി ഫോട്ടോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതുപോലത്തെ ഫോട്ടോ ഇനിയും പോസ്റ്റ് ചെയ്യണം. എന്തിനാ? അത് എന്നാലേ എനിക്ക് ചേച്ചിയുടെ സൗന്ദര്യം ഇനി കണ്ട് ആസ്വദിക്കാൻ പറ്റും. ആഹാ, അങ്ങനെ ഇപ്പോൾ കണ്ട് ആസ്വദിക്കണ്ട കേട്ടോ, അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പാവല്ല ചേച്ചി. ഇന്ന് ചേച്ചിയുടെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്കാകെ എന്തോ പോലെ തോന്നുന്നു. എന്ത് തോന്നുന്നു? അത് ഞാൻ പറഞ്ഞാൽ ചേച്ചി ദേഷ്യപ്പെടുവോ? ആ, ചിലപ്പോൾ. ആ, എന്നാ പറയുന്നില്ല, താൻ പറ. അത് എനിക്കിന്ന് ചേച്ചിയെ കണ്ടപ്പോൾ ചേച്ചിയോട് ഒരുപാട് ഇഷ്ടം തോന്നുന്നു. പിന്നെ പിന്നെ അത് ഞാൻ പറയുന്നില്ല. മനസ്സിലായി. അല്ല, സിറാജ് കിടക്കുന്നില്ലേ? അമ്മ ചോദിച്ചു. ഇന്നെനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല. മനസ്സിൽ ചേച്ചി മാത്രമാണ്. അല്ല ചേച്ചി, ഇപ്പോഴും ഭർത്താവുമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? സിറാജൊക്കെ ചോദിച്ചു. എന്തിനാ അറിഞ്ഞിട്ട്? ചുമ്മാ ഒന്ന് പറ ചേച്ചി. അത് പിന്നെ മക്കളുണ്ടായ ശേഷം വളരെ കുറവാണ്. ഓ, ചേച്ചിയെ പോലൊരു ഭാര്യ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കാണായിരുന്നു. ഞാൻ സിറാജിക്കയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി നേരെ ഓഫീസിലേക്ക് തിരിച്ചു. ഉച്ച കഴിഞ്ഞിരുന്നു. കുറേ പെൻഡിങ് വർക്ക് തീർക്കാനുള്ളതുകൊണ്ട് വൈകിട്ട് വരെ ജോലിയിൽ മുഴുകി. എൻ്റെ ചിന്ത മുഴുവൻ ഇന്ന് അമ്മയും സിറാജിക്കയുമായി കണ്ട കാഴ്ചയായിരുന്നു. അതെൻ്റെ കണ്ണിൽ നിന്നും മായുന്നില്ല. ഇന്ന് കണ്ട കാഴ്ചകൾ എന്നിൽ ഒരു പുതിയ അനുഭൂതി പടർത്തി. നേരെ ഇത്രയായിട്ടും സിറാജിക്ക് ഓഫീസിൽ നിന്ന് കണ്ടില്ല. ഞാൻ വർക്കൊക്കെ തീർത്ത് നേരെ വീട്ടിലേക്ക് ചെന്നു. പതിവ് പോലെ സമയം 8 കഴിഞ്ഞു. എൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ട് അമ്മ കോലയിലേക്ക് നടന്നു വന്നു. ഞാൻ അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ബൈക്ക് പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് നടന്നു. അമ്മയുടെ മുഖത്ത് ഈ അടുത്തൊന്നും കാണാത്ത ഒരു പ്രസരിപ്പ് ഞാൻ കണ്ടു. ചിലപ്പോൾ കുറേ നാൾക്ക് ശേഷം ഒന്ന് കൂടിയതുകൊണ്ടാകും. അമ്മയുടെ മുഖത്ത് ഇന്ന് നടന്നതിൻ്റെ ഒരു കുറ്റബോധവും ഞാൻ കണ്ടതുമില്ല. ഞാൻ പതിവ് പോലെ ഫുഡ് കഴിച്ച് നേരെ റൂമിലേക്ക് പോയി. ഇന്ന് മുഴുവൻ സിറാജിക്കയുടെ ഒരു വിവരവുമില്ല. അതുമാത്രമല്ല, ഇന്നത്തെ കാര്യം എന്നോട് പറഞ്ഞിട്ടുമില്ല. നാളെ എന്തായാലും നോക്കാം. അമ്മയെ ഇന്ന് സിറാജിക്കയുടെ വീട്ടിൽ കണ്ട കാഴ്ചകളോർത്ത് ഞാനങ്ങ് തുടങ്ങി. സമയം ഒരു 11 കാണും. ഞാൻ അമ്മയുടെ ഇൻസ്റ്റ ഓപ്പൺ ചെയ്തു. അപ്പോഴതാ സിറാജിക്കയും അമ്മയും നല്ല ചാറ്റിങ്ങിലാണ്. ഹലോ ചേച്ചി, ഉറങ്ങിയോ? സിറാജിക്ക അമ്മയോട് ചോദിച്ചു. ഇല്ല സിറാജ്, നല്ല ക്ഷീണമുണ്ട്, ഉറങ്ങണം, അമ്മ പറഞ്ഞു. ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ സാധിക്കുന്നില്ല ചേച്ചി. ചേച്ചിയോടൊപ്പമുള്ള ഓരോ നിമിഷവും ഞാൻ നന്നായി ആസ്വദിച്ചു. കൊള്ളാം, നിനക്കങ്ങനെയൊക്കെ പറയാം. എനിക്ക് വേദനിച്ചിട്ട് വയ്യ, അമ്മ പറഞ്ഞു. അയ്യോ, ചേച്ചിക്ക് നൊന്തോ? കുറച്ച്. പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇതുപോലെ അനുഭവിക്കുന്നത്. എന്തായാലും ഞാൻ സഹിക്കുന്നു, അമ്മ പറഞ്ഞു. ആണോ? ഞാനും ആദ്യമായിട്ടാണ് ചേച്ചി ചേച്ചിയുടെ പ്രായത്തിലുള്ള ഒരു പെണ്ണുമായി. സത്യം പറഞ്ഞാൽ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നമുക്കിതെപ്പോഴും തുടരാൻ സാധിക്കില്ല കേട്ടോ. എനിക്ക് ഒരു കുടുംബമുണ്ട്. ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം പോകും.
സ്വന്തം കാര്യത്തിന് വേണ്ടി എൻ്റെ കുടുംബം തകർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കിടയ്ക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ മാത്രം നോക്കാം, അമ്മ പറഞ്ഞു. ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ചേച്ചിക്കൊരു ദോഷവും വരാതെ ഞാൻ നോക്കിക്കോളാം, സിറാജൊക്കെ പറഞ്ഞു. ശരി, ഞാൻ കിടക്കട്ടെ സിറാജ്, നല്ല ക്ഷീണം. ശരി ചേച്ചി, ഗുഡ് നൈറ്റ്. ഞാൻ അവിടെ മെസ്സേജ് വായിച്ച് കിടന്നു. അമ്മയുടെ ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാലോചിച്ചു. എന്നിട്ട് അങ്ങ് തുടങ്ങി, പിന്നെ കിടന്നുറങ്ങി. അടുത്ത ദിവസം അച്ഛൻ രാവിലെ തന്നെ എത്തി. അപ്പോഴാണ് ഓർത്തത് ഇന്ന് ശനിയാഴ്ചയാണെന്ന്. പുതിയ ജോലി കിട്ടിയ ശേഷം പുള്ളി ഇപ്പോൾ കുറച്ച് ഹാപ്പിയാണ്. ഞാൻ പ്രഭാത ഭക്ഷണം കഴിച്ച് നേരെ ഓഫീസിലേക്ക് വിട്ടു. സിറാജിക്ക ക്യാബിലിരിക്കുന്നുണ്ട്. ഞാൻ പുറത്തു നിന്ന് കൈകാട്ടി. ഞാൻ എൻ്റെ കസേരയിലിരുന്ന് ഓർഡർ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ സിറാജിക്ക എൻ്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, മനു, നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് വരാടാ. ഞാൻ പുള്ളിയുടെ കൂടെ നടന്ന് അടുത്തുള്ള കടയിലേക്ക് പോയി. സിറാജിക്കയെ ഇന്നലെ കണ്ടതേയില്ലല്ലോ, എന്തു പറ്റി, സുഖമില്ലായിരുന്നോ? ഞാൻ അറിയാത്ത പോലെ ചോദിച്ചു. എടാ, അത് ഞാൻ നിന്നോട് പറയാൻ വിട്ടു. ഇന്നലെ ഞാൻ നിൻ്റെ അമ്മയുടെ കൂടെ എൻ്റെ വീട്ടിലായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്നു. അതെങ്ങനെ സാധിച്ചു? ഇത്രയും കാലത്തിനിടക്ക് അമ്മ ഒരാളുടെ മുഖത്ത് പോലും നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേടാ എല്ലാം നടക്കുമെന്ന്. ശരി, എന്തായാലും സിറാജിക്കയുടെ കാര്യം നടന്നില്ലേ? ആ സ്ഥിതിക്ക് എൻ്റെ പ്രൊമോഷൻ്റെ കാര്യം എന്തായി? ഞാൻ ചോദിച്ചു. ആടാ, അത് പറയാൻ കൂടിയാ ഞാൻ വന്നത്. നീ ഇനി ഫീൽഡ് വർക്കിന് പോവണ്ട. നീ ഇനി അസിസ്റ്റൻറ്റ് മാനേജറായി നമ്മുടെ ബ്രാഞ്ചിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ നിനക്ക് തന്ന വാക്ക് ഇതാ പാലിക്കുന്നു. പക്ഷേ നിൻ്റെ അമ്മയെ, അത് എനിക്കിനി ഒരുപാട് തവണ വേണം. അതിനുള്ള അവസരം നീ എനിക്ക് വേണ്ടി ശരിയാക്കി തരേണ്ടി വരും, സിറാജിക്ക എന്നോട് പറഞ്ഞു. ആയിക്ക, തീർച്ചയായും ഞാൻ കൂടെ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ആഗ്രഹിച്ച പോലെ പ്രമോഷൻ കിട്ടി. ഇനി പഴയ പോലെ വെയിലും കൊണ്ട് തെണ്ടി നടക്കണ്ട. അത്യാവശ്യം സാലറിയുമുണ്ട്. ലൈഫിന് സെറ്റ്. ഞാൻ വീട്ടിൽ വന്ന് കാര്യം പറഞ്ഞു. അമ്മയ്ക്കും അച്ഛനും നല്ല സന്തോഷമായി. അപ്പോഴാണ് അനിയൻ്റെ 10ാം ക്ലാസ് റിസൾട്ട് വന്നത്. അവന് ഫുൾ A+ ഉണ്ട്. ഇന്നെല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അമ്മ നമുക്ക് നല്ല മധുരമുള്ള സേമിയ പായസം ഉണ്ടാക്കി തന്നു. അനിയൻ്റെ റിസൾട്ട് വന്നതുകൊണ്ട് അച്ഛനും അമ്മയും കുടുംബക്കാരെ വിളിച്ച് പറയുന്ന തിരക്കിലായിരുന്നു. 2 ദിവസമായി അമ്മയും സിറാജിക്കയുമായി ഒരു ബന്ധവുമില്ല. അച്ഛൻ വീട്ടിലുള്ള ദിവസങ്ങളിൽ ഇക്ക അമ്മയ്ക്ക് മെസ്സേജ് അയക്കാറില്ല. രാത്രിയായപ്പോൾ അമ്മ എൻ്റെ മുറിയിലേക്ക് വന്നു. മനു, നീ നാളെ എന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ രാവിലെ കൊണ്ടാക്കണം. നിൻ്റെയും അപ്പൂൻ്റെയും കാര്യം നന്നായി വരാൻ ഞാൻ കുറച്ച് നേർച്ചകൾ നേർന്നിരുന്നു. അതൊക്കെ ചെയ്ത് തീർക്കണം. അതുകൊണ്ട് നീ നേരത്തെ രാവിലെ എഴുന്നേക്കണം, അമ്മ പറഞ്ഞു. ഓഫ്, എൻ്റെ അമ്മേ, ആകെ കിട്ടുന്ന ഒരു ദിവസം നന്നായി ഒന്ന് ഉറങ്ങാന്ന് വെച്ചാൽ അമ്മ സമ്മതിക്കില്ലല്ലേ? ഡാ, നീ പറയുന്ന കേട്ടാൽ മതി. ഞാൻ രാവിലെ റെഡിയായി നിൽക്കും. ഞാൻ ചെറിയൊരു ഗൗരവത്തോടെ വരാമെന്ന് ഏറ്റു. അടുത്ത ദിവസം രാവിലെ അമ്മ നല്ല പട്ടുസാരി എടുത്ത് നിൽക്കുന്നു. നല്ല വെളുത്ത സാരി. ഡാ, പോയി വേഗം റെഡിയാക്, നമുക്ക് പെട്ടെന്ന് പുറപ്പെടാം, അമ്മ പറഞ്ഞു. ഞാൻ മുറിയിൽ പോയി ഒരു മുണ്ടും വെള്ള ഷർട്ടും എടുത്തിട്ട് അമ്മയെ ബൈക്കിലിരുത്തി ക്ഷേത്രത്തിലേക്ക് വിട്ടു. വഴിപാട് എല്ലാം കഴിഞ്ഞ ശേഷം നെറ്റിയിൽ ഒരു ചന്ദനക്കുറിയും തൊട്ടുകൊണ്ട് അമ്മയുടെ നടത്തം കണ്ട് അവിടെയുള്ള കോഴികളെല്ലാം അമ്മയെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടു. അമ്മ അതൊന്നും കൂട്ടാക്കാതെ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. ഞാൻ ബൈക്കിൽ അമ്മയെ കെട്ടി പോകുന്ന വഴി പകുതി ദൂരം സഞ്ചരിച്ചപ്പോൾ നല്ല പെരും മഴ. ഞാൻ അടുത്തുള്ള കടയിൽ ബൈക്ക് നിർത്തി അവിടെയുള്ള ഷെഡിൻ്റെ അടിയിൽ നിന്നു. സമയം പുലർച്ചെ 7 മണിയായി കാണും. ഈ മഴയത്ത് ബൈക്കിൽ എന്തായാലും പോക്ക് നടക്കില്ല. അമ്മ ചെറുതായി നനഞ്ഞിരിക്കുന്നു. പക്ഷെ ആ കോലത്തിലും കാണാൻ എന്തൊരു ഭംഗിയാണ്, ഞാൻ ഓർത്തു. ഞാനും അമ്മയും ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഒരു കാർ നമ്മുടെ അടുത്ത് വന്ന് നിർത്തിയത്. അത് സിറാജിക്കയായിരുന്നു. അമ്മയും ഞാനും സിറാജിക്കയോട് ചിരിച്ചു. പുള്ളി അവിടെ കടയുടെ മുന്നിൽ പാർക്ക് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് നടന്നു വന്നു. സിറാജിക്ക ഒരു ടീഷർട്ടും ട്രാക്ക് പാൻറ്റുമാണ് വേഷം. അമ്മയെ
ആകെ അടിമുടി നോക്കിക്കൊണ്ട് സിറാജിക്ക നടന്നു നീങ്ങി. മനു, നീ എന്താ ഇവിടെ രാവിലെ തന്നെ? സിറാജിക്ക എന്നോട് ചോദിച്ചു. അത് ഞാൻ അമ്മയെ കൊണ്ട് ക്ഷേത്രത്തിൽ പോയി വരുന്ന വഴിയാ. അപ്പോഴാ ഒടുക്കത്തെ മഴ, അതാ ഇവിടെ നിന്നത്. ഞാൻ പറഞ്ഞു. ആണോ? എന്നാൽ നിങ്ങൾ എൻ്റെ കൂടെ പോര്, ഞാൻ വീട്ടിൽ കൊണ്ടേ വിടാം. ഏയ്, അത് കുഴപ്പമില്ലക്ക, ഇക്ക പോക്കോ, മഴ ഇപ്പോൾ ചോരും. അപ്പോഴാണ് സിറാജിക്കയുടെ മനസ്സിലുള്ളത് എനിക്ക് മനസ്സിലായത്. ഞാൻ അമ്മയെ മാത്രം ഇക്കയുടെ കൂടെ പറഞ്ഞുവിടാൻ തീരുമാനിച്ചു. ഈ മഴ ഇപ്പോഴൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ലടാ, സിറാജിക്ക പറഞ്ഞു. ആ ശരിയാ, എന്നാ ഒരു കാര്യം ചെയ്യാം. അമ്മ ഇക്കയുടെ കൂടെ കാറിൽ പോയി വീട്ടിലിറങ്ങിക്കോ, ഞാൻ ബൈക്കുമായി മഴ ചോർന്നിട്ട് വരാം. ഏയ്, അത് കുഴപ്പമില്ലടാ, ഞാനും വെയിറ്റ് ചെയ്യാം, അമ്മ പറഞ്ഞു. അതല്ല അമ്മേ, അച്ഛനവിടെ വീട്ടിലുള്ളതല്ലേ, പുള്ളി എഴുന്നേറ്റാൽ ഉടൻ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ, അമ്മ സമയം കളയാതെ പൊക്കോ, ഞാൻ വീണ്ടും പറഞ്ഞു. അമ്മ മനസ്സില്ലാ മനസ്സോടെ സിറാജിക്കയുടെ കാറിലേക്ക് കയറി. കാറ് നല്ല പെരുമഴയിൽ മുന്നോട്ട് നീങ്ങി. ഞാൻ പെട്ടെന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടെ പുറകെ വിട്ടു. കാറ് വീട്ടിലേക്കല്ല പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ മനസ്സിൽ പല ചിന്തകൾ മാറി മറിഞ്ഞു. ഇനിയിപ്പോൾ അമ്മയെ ഇക്കയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണോ എന്ന് എനിക്ക് സംശയം തോന്നി. വിചാരിച്ച പോലെ അവരുടെ റൂട്ട് ഇക്കയുടെ വീട്ടിലേക്ക് തന്നെയായിരുന്നു. അച്ഛൻ വീട്ടിലുള്ളപ്പോൾ അമ്മയ്ക്ക് ഇക്കയോടൊപ്പം പോകാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? അതും ഈ പെരും മഴയത്ത്. ഞാൻ ആകെ നനഞ്ഞു കുളിച്ചു. ബൈക്ക് അവരുടെ പുറകെ കുറച്ച് ദൂരം ഡിസ്റ്റൻസ് വെച്ച് പോയി. സിറാജൊക്കെ കാറ് പുള്ളിയുടെ കാർ പോർച്ചിലേക്ക് കൊണ്ടിട്ടു. അമ്മയും മിക്കയും അകത്തേക്ക് പോയി വാതിലടച്ചു. ഞാൻ പഴയ വഴിയിലൂടെ അകത്തേക്ക് കയറി. കോണിപ്പടിയുടെ അടിയിലൂടെ ആരും കാണാതെ ഞാൻ അവരെ നിരീക്ഷിച്ചു. അമ്മ കുറച്ച് നനഞ്ഞിരുന്നു. അമ്മ കുറച്ച് ടെൻഷനിലാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. സിറാജ്, നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മനുവിൻ്റെ അച്ഛൻ അവിടെ വീട്ടിലുണ്ട്. ലേറ്റായ ആകെ കുഴപ്പമാകും. നീ എന്നെ വീട്ടിൽ കൊണ്ടുവിട് പ്ലീസ്, അമ്മ പറഞ്ഞു. ചേച്ചി പേടിക്കണ്ട, എനിക്കൊരു 15 മിനിറ്റ് അത് മതി. അത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ കൊണ്ടുവിടാം. ഇവിടുന്ന് 10 മിനിറ്റ് മതി ചേച്ചിയുടെ വീട്ടിലേക്ക്, സിറാജിക്ക പറഞ്ഞു. സിറാജ്, ഇപ്പോൾ വേണ്ട. മനു എങ്ങാനും അറിഞ്ഞാൽ പിന്നെ ജീവിച്ചെന്നിട്ട് കാര്യമില്ല. വേറൊരു ദിവസം ഞാൻ വരാം പ്ലീസ്, ഞാൻ പറയുന്നെന്ന് കേക്ക്. ഇപ്പോൾ ഞാൻ പോട്ടെ. എന്നാൽ ശരി, ചേച്ചിക്ക് ധൃതിയാണെങ്കിൽ പൊക്കോ. പക്ഷേ എൻ്റെ ഒരാഗ്രഹം സാധിച്ചു തരണം. എന്താ സിറാജ്, ഒന്ന് വേഗം പറ. അത് ഈ രാവിലെ എനിക്ക് ചേച്ചിയുടെ കയ്യിൽ നിന്നും ഒരു ചായ കുടിക്കാൻ ഒരാഗ്രഹം. ചേച്ചി എനിക്ക് ഒരു ചായ ഇട്ട് തരുമോ? സിറാജ്, ഇപ്പോഴോ? ഞാൻ പോട്ടെ സിറാജ്. എന്താ ചേച്ചി, ചായ ഇടാൻ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് അത്രേ പോരെ? ഒരു ചായയല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, പ്ലീസ് ചേച്ചി. ശരി. അതും പറഞ്ഞ് അമ്മ കിച്ചണിലേക്ക് നടന്നു. നേരത്തെ ഇവിടെ വന്ന് പരിചയമുള്ളതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കിച്ചൻ്റെ സ്ഥാനം എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയായിരുന്നു. അമ്മ അടുക്കളയിലേക്ക് പോയി. ഈ സമയം സിറാജിക്ക സോഫയിലിരുന്ന് എന്തോ പ്ലാൻ ചെയ്യുന്നത് ഞാൻ കണ്ടു. സിറാജിക്കയ്ക്ക് വെയിറ്റ് ചെയ്യാൻ മനസ്സ് വരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ തന്നെ സിറാജിക്ക അടുക്കളയിലേക്ക് പോകുമെന്നും എനിക്ക് തോന്നി. എൻ്റെ ഊഹം തെറ്റിയില്ല. സിറാജിക്ക നേരെ അടുക്കളയിലേക്ക് പോയി. ഞാൻ വേഗം സ്റ്റെപ്പ് കയറി അടുക്കള ഭാഗത്ത് വെന്റിലേഷൻ ഉണ്ടോ എന്ന് നോക്കി. പക്ഷെ അവിടെ വെന്റിലേഷൻ ഇല്ല. ചെറിയൊരു ഹോളുണ്ട്. അതിൽ കൂടി ഞാൻ ഉള്ളിലേക്ക് നോക്കി. അമ്മ ഇപ്പോൾ അടുക്കളയിൽ നിന്നും ചായ ഉണ്ടാക്കുകയാണ്. സിറാജിക്ക അടുക്കളയുടെ വാതിൽക്കൽ നിന്ന് അമ്മയെ തന്നെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ഇനി ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ, അതായത് പ്രീമിയം ചാനലിൽ ഇടാട്ടോ. അത് കേൾക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ വേഗം തന്നെ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യട്ടോ. അതിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇന്നാണ് നമ്മുടെ ജൂലൈ മാസത്തെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ലിങ്കിൽ കയറിയ ചാനലിൽ കയറുള്ള ഡീറ്റെയിൽസൊക്കെ ഞാനതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.